അരുണെ ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് വോട്ട് ചെയ്തിരിക്കുന്ന രാഷ്ട്രീയ പകപോക്കലല്ല എന്നാണ്. ഇന്ന് മാത്രവുമല്ല, അത്തരമൊരു വാദമുഖം കൊണ്ട് പ്രതിരോധിക്കാൻ ഇനി ഈ കേസിൽ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. നോക്കൂ, ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള ഏജൻസികളെ ഉപയോഗിച്ച് രാജ്യത്ത് രാഷ്ട്രീയ പകപോക്കൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എന്നാൽ എന്താണ് അത്തരത്തിലുള്ള കേസുകൾ അന്വേഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന ഘടകം? ഇപ്പോൾ നമ്മുടെ പൊതുജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജീവിതത്തെ എല്ലാം സുതാര്യമാക്കി കളയാമെന്നോ, അങ്ങനെ അഴിമതി മുക്തമായ ഒരു രാഷ്ട്രീയ മണ്ഡലത്തെ രൂപീകരിച്ച് കളയാമെന്നോ ഉള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയോ CBI അടക്കമുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് അവർ പലതരത്തിലുള്ള വിഭജനങ്ങൾ പാർട്ടിയിൽ ഉണ്ടാക്കുക, ഡിഫെക്ഷൻസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അധികാരം പിടിച്ചെടുക്കുക, ഇനി അതിന് വഴങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ ത്രട്ടൺ ചെയ്യുക, അവരെ നിശബ്ദരാക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കങ്ങളെ ശക്തിയുക്തമായി നമ്മളെല്ലാവരും എതിർക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആസ്പെക്റ്റ് കൂടിയുണ്ട്. കേസുകളുണ്ട്. ഇപ്പോൾ കേസുകളെ നോക്കൂ, നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ബംഗാളിൽ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി. ആ മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ വീട് റെയ്ഡ് ചെയ്ത് നമ്മളൊക്കെ കണ്ടു. അർപ്പിത ചാറ്റർജി എന്നാണ് അവരുടെ പേര്. ആ റെയ്ഡിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. 29 കോടിയാണ് ഈ പൈസ ഇങ്ങനെ കൂമ്പാരമായി കൂട്ടിക്കിടക്കുന്നു. 5 കിലോഗ്രാം സ്വർണം എടുക്കുന്നു. അപ്പം ഒരു കേസുണ്ട് അവിടെ തൃണമൂൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു നീക്കമായിട്ട് നമ്മൾ അവിടെ പറയുമ്പോഴും അങ്ങനെ ഒരു കേസ് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കെ പൊന്മുടി എന്ന് പറയുന്ന DMKയുടെ മന്ത്രി കെ പൊന്മുടിക്കെതിരായിട്ട് മൈൻ വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 29 കോടി രൂപയുടെ സ്കാമാണുള്ളത്. 29 കോടി രൂപ അനധികൃത ക്വാറി ലൈസൻസ് കൊടുത്തതിൻ്റെ സ്കാമാണുള്ളത്. ആ കേസ് അവിടെയുണ്ട്. പക്ഷേ DMKക്കെതിരായിട്ടുള്ള നീക്കമാണത് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇപ്പോൾ മനീഷ് സിസോദിയ, ഇപ്പോൾ മാർച്ചിൽ ഒരു വർഷം പൂർത്തിയാവും മനീഷ് സിസോദിയ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയാണ്. പക്ഷേ there is a കേസ്. അതെത്രയാണ്? 100 കോടി രൂപയുടെ കേസാണ്. അതൊരു ലിക്വർ പോളിസി ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് ട്വീക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിൽ 45 കോടി ഗോവയിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു എന്നൊരു കേസ് നിൽക്കുന്നു. ഇത്തരത്തിലുള്ള കേസുകൾ ഒരു വശത്ത് നിൽപ്പുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത്, ഇതെല്ലാം നമ്മുടെ പൊതുമണ്ഡലത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. മറിച്ച് ഇവരെയൊക്കെ പിടിച്ച് ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ് EDയുടെ ലക്ഷ്യം. എന്ന് മാത്രമല്ല, ED ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് ഏകപക്ഷീയമാണെന്ന അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സുവേന്ദു അധികാരി ശാരദാ ചിറ്റ് ഫണ്ടിലെ കേസിൽ പ്രതിയാണ്. പക്ഷേ സുവേന്ദു അധികാരി ഇപ്പുറത്തേക്ക് മാറുന്നതോടുകൂടി ആ കേസ് ഇല്ലാതാകുന്നു. അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ വലിയ അഴിമതി കേസുകളിൽ പ്രതിയാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് മാറുമ്പോഴത്തേക്കും കേസില്ലാതാകുന്നു. അങ്ങനെ നിരവധി കാര്യം. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ 100 കോടിയുടെ പിന്നെ സ്കാം ഉണ്ടല്ലോ, ഈ എന്താണ് മറ്റേ ആം ആദ്മി പാർട്ടിക്ക്, ആ സ്കാമുമായി ബന്ധപ്പെട്ടയാളാണ് കവിത, ചന്ദ്രശേഖർ റാവുവിൻ്റെ മോള്. പക്ഷേ സ്വതന്ത്രയാണ്, പ്രശ്നങ്ങളില്ല. കാരണം എപ്പോഴെങ്കിലും ഒരു പൊട്ടൻഷ്യൽ അലിയായിട്ട് BRSനെ അവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഏകപക്ഷീയമായിട്ടുള്ള നീക്കങ്ങളും രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള നീക്കങ്ങളും നടത്തുമ്പോഴും ചില കേസുകൾ അവിടെയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കാണുന്നത് ഈ പറയുന്ന കേസിൻ്റെ പ്രശ്നമാണ്. ആ കേസുണ്ട് എന്ന് ഞാൻ ആദ്യം മുതൽ തന്നെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ജൂൺ മുതലാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ ആ ജൂൺ മുതൽ നമ്മൾ നിരവധി തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയിലൊക്കെ ഈ കാര്യത്തിലൊരു അഴിമതി ഉണ്ട് എന്ന് വിചാരിക്കുകയും ആ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ROCയുടെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്കിപ്പോൾ അറിയാമല്ലോ, ഈ ഘട്ടത്തിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് വീണയുടെ ഭാഗം കേട്ടിട്ടില്ല ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് എന്നുള്ളതാണ്. അന്നും ഞാൻ പറയുന്നുണ്ട്, ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ അവിടെ വീണയെ വിളിച്ചു വരുത്തി വീണയുടെ ഒരു വാദം കേൾക്കേണ്ട ഒരു ബോഡി അല്ല ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ആ കേസ്? വീണയുമായി ഒരു കരാറിൽ CMRൽ ഏർപ്പെടുന്നു. എന്നിട്ട് ആ കരാറിൽ വീണ സേവനം കൊടുത്തതിന് പൈസ കൊടുക്കുന്നു. ആ പൈസയുമായി നേരെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് നികുതി ഇളവിന് വേണ്ടിയിട്ട് സമീപിക്കുന്നു. നികുതി ഇളവിന് വേണ്ടി സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സേവനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പൈസ കൊടുത്തതെന്ന് ചോദിക്കുന്നു. സേവനം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ നികുതി ഇളവ് തരാൻ കഴിയില്ല എന്ന് പറയുന്നു. അവിടെ അത് കഴിഞ്ഞു. അവിടെ അവരുടെ മുമ്പിലെ കേസ് വീണയും ഈ കമ്പനിയും തമ്മിലുള്ള ഇടപാടിൽ സേവനം കൊടുത്തോ, വീണയുടെ വെർഷൻ കേൾക്കണമെന്നൊന്നുമില്ല. നിങ്ങളൊരു പൈസ കൊടുത്തിരിക്കുന്നു, ആ പൈസയ്ക്കുള്ള സേവനം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നികുതി ഇളവ് അനുവദിക്കാൻ കഴിയില്ല. അവിടെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് എന്നാണ് ആ ബോർഡിൻ്റെ പേര്. അവിടെ അത് സെറ്റിൽ ചെയ്യുകയാണ്. അവിടെ അതിന് റിവിഷനും അപ്പീലും ഇല്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ അത് സെറ്റിൽ ചെയ്യപ്പെടുന്നു, അങ്ങനെ പോകുന്നു. പക്ഷേ രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? ROCയുടെ വെളിപ്പെടുത്തൽ. അവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിക്കാമായിരുന്നു. ആ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട സമയത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചോദിക്കുന്നു, എവിടെയാണ് കരാറ്, എന്താണ് കരാറ്, എന്തൊക്കെയാണ് സേവനങ്ങൾ ലഭിച്ചത്,
ഇതിനൊന്നും തന്നെ മറുപടി വീണയുടെ കമ്പനി കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വിശദീകരിക്കാൻ ലഭിച്ചൊരു സന്ദർഭത്തെ നിങ്ങൾ വിശദീകരിച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല, മറ്റൊരു കാര്യം കൂടി പറയുന്നുള്ളൂ, ഈ കമ്പനി നഷ്ടത്തിലായതുകൊണ്ട് ഇത് പൂട്ടിപ്പോയ കമ്പനിയാണെന്നൊരു സെൻറ്റിമെൻറ്റ്സ് കൂടി ഉണ്ടല്ലോ ഈ കാര്യത്തിനകത്ത്. അപ്പോൾ ഈ കമ്പനി ഡോർമെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ ഡോർമെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ, മരവിപ്പിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ടല്ലോ. ആ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ പറയുന്ന കോർപ്പറേറ്റ് ഫ്രോഡ് എന്ന് പറയുന്ന വകുപ്പ് വരുന്നത്. അപ്പോൾ അവിടെ ആ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല. 2022 ഈ കമ്പനി പൂട്ടുമ്പോൾ 2 വർഷമായി പണമൊന്നും ലഭിക്കാതെ, ഒരു ഒരു ലാഭവും ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ ഒന്നും കിട്ടാതിരിക്കുന്ന ഒരു കമ്പനി പൂട്ടിപ്പോകാം. ആ 2 വർഷത്തിനിടയിൽ 2021 കമ്പനിയുമായി ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് ROC റിപ്പോർട്ടിൽ പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന അവസാനം വെച്ചാൽ ഒരു കമ്പനി പൂട്ടണമെങ്കിൽ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ ഒരു ഇടപാടും ബാക്കി ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇടപാട് നിലനിൽക്കുന്നുവെന്നും ഏതാണ്ട് 42,38,038 രൂപയും പലിശയും അടയ്ക്കാനുള്ളൂ എന്നും പറയുന്നു. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഈ കമ്പനി ഡോർമെൻ്റായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പോകുന്നത്. അപ്പം ഈ പറയുന്ന കൃത്യമായ രേഖകൾ നൽകാതെ, കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട്, തെറ്റായ സത്യവാങ്മൂലങ്ങൾ നൽകിക്കൊണ്ട് ഈ കമ്പനി ഡോർമെൻ്റായിട്ട് പ്രഖ്യാപിച്ചു എന്നൊരു വകുപ്പ് കൂടി വരുന്നു. ആ അർത്ഥത്തിൽ 2 കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയ കാര്യങ്ങൾ ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുകയാണ് ROC ചെയ്തിരിക്കുന്നത്. അവർക്ക് വീണയ്ക്കോ വീണയുടെ കമ്പനിക്കോ എന്ത് സേവനമാണ് കൊടുത്തത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നേട്ടമുണ്ടായി എന്നതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രവുമല്ല, ആ കമ്പനിയുടെ പ്രവർത്തനം നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള രേഖകളും ഫ്രോഡായിട്ട് വരുന്നു. അതുകൊണ്ട് 447, 448 വകുപ്പുകൾ പ്രകാരം ഇതിൽ കേസെടുക്കാം എന്ന് പറയുന്നു. ആ അർത്ഥത്തിൽ നല്ലൊരു അവസരം കിട്ടിയത് വിനിയോഗിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ട്, ആ കാര്യത്തിന് ഇവർ മറുപടി പറയേണ്ടതുണ്ട്. ഞാൻ വിചാരിക്കുന്ന എൻ്റെ ആദ്യഘട്ടത്തിലെ അഭിപ്രായം ഇതാണ്, ഈ കേസ് കൂടുതൽ സീരിയസ് ആയിരിക്കുന്നു, കുറച്ചുകൂടി കൺവിൻസിംഗ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ആദ്യഘട്ടം മുതൽ ഇതിനകത്തൊരു അഴിമതിയുടെ പ്രശ്നമുണ്ട്, ഇതിനകത്തൊരു അധാർമികതയുടെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ കുറച്ചുകൂടി ബോധ്യപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്മൃതി, Meet the editors.